ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം. ഹോംലിക്കുക്കിൽ നിന്ന് ബീഫ് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് ചമ്മന്തിപ്പൊടി ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ബീഫ് എടുക്കുമ്പോൾ അധികം നെയ്യില്ലാത്ത ഇതുപോലെ തുണ്ടൻ പീസ് നോക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ഉണക്കമുളക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണിൽ നിന്ന് ഒരു ടീസ്പൂൺ വരെ ആകാം മുളകിൻ്റെ എരിവനുസരിച്ച്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം അധികം വേണ്ട. ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വറ്റിച്ചെടുക്കാനുള്ളതാണ്. ഇത് നമ്മൾ സാധാരണ കറിക്ക് വേവിക്കുന്നത് പോലെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു വേവ് കുറച്ചെടുത്താൽ മതി. ഇതൊന്നുകൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു വിസിൽ പോയ ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുക്കറിൽ വെച്ച് തന്നെ വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ പരന്നൊരു പാത്രമാകുമ്പോൾ പെട്ടെന്നങ്ങ് വെള്ളം വറ്റി കിട്ടും. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കറക്റ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ടങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ബീഫൊന്ന് ചൂടാറുന്ന സമയം കൊണ്ട് കുറച്ച് വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 12 വറ്റൽമുളകുണ്ട്. മുളകിൻ്റെ എരിവനുസരിച്ച് ഒരു 20 എണ്ണം വരെ എടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചുട്ടെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മുളക് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ബീഫും വറ്റൽമുളക് കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പൊക്കമുള്ള ജാറായതുകൊണ്ട് ബീഫും വറ്റൽമുളകും പകുതിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പരന്ന ജാറൊക്കെ ആണെങ്കിൽ ഇത് മുഴുവനായിട്ടിട്ട് അടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യുക. ഞാനിതിവിടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ മതിയാവും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 12 വെളുത്തുള്ളി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 12 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 6 എണ്ണം എടുത്താൽ മതി. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ചതച്ച് ഇട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ചധികം വേണം. ഒരു 3-4 തണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫും വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചട്ടിയിലിട്ട് നന്നായിട്ട് വരട്ടി ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ വെള്ളം വരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിവിടെ വെള്ളം വരിഞ്ഞ് കറക്റ്റ് ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉണങ്ങി പോവുകയും ചെയ്യരുത്, എന്നാൽ ഇത് നന്നായിട്ട് ഉണങ്ങുകയും വേണം. അതുപോലെ വേണം. ഇത് കുറച്ച് ദിവസം കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 15 മിനിറ്റ് ഇതുപോലെ വരട്ടിയെടുത്തപ്പോഴാണ് എനിക്ക് ഈ രീതിയിൽ കിട്ടിയത്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഞാൻ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.